ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ സിലബസിലെ 2024 സിലബസിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പേഴ്സ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും അതായത് 2023 വരെയുള്ള ബാച്ചിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്റർ തന്നെ ആയിരുന്നു ഈ സമവാക്യ ജോഡികൾ അഥവാ പേഴ്സ് ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ അതേപോലെ തന്നെ എടുത്ത് വന്നത് തന്നെയാണ് അതിലെ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ചില ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വർഷം മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഈ പേഴ്സ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അല്ലേ. വളരെ ചെറിയ ചാപ്റ്ററാണ്, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷം ആകെ നമ്മളുടെ ഫൈനൽ എക്സാമിന് ഒരേ ഒരു ചോദ്യം അല്ലെങ്കിൽ മാക്സിമം 2 ചോദ്യം മാത്രമേ എന്തുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുള്ളൂ. അപ്പൊ ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ, ഏറ്റവും ചെറിയ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിളിലൂടെ തന്നെ ഫസ്റ്റ് തുടങ്ങാം. നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മൾ മിഠായി വാങ്ങുകയാണ്. മിഠായി വാങ്ങുമ്പോൾ 5 മിഠായി ഞാൻ വാങ്ങി. 5 മിഠായി വാങ്ങിയിട്ട് എനിക്ക് എത്ര രൂപ കൊടുത്തു? ഞാൻ 10 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു മിഠായിക്ക് എത്ര രൂപ വില ഉണ്ടാവും? അതെ, കറക്റ്റ് ആണ് അല്ലേ, 2 രൂപ. ഒരു മിഠായിക്ക് 2 രൂപ. ഇനി എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അല്ലെ. പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മൾ കടയിൽ പോയിട്ട് മിഠായി ഒന്നും വാങ്ങിക്കാണ്ട് സമയം കളയാതെ നമ്മൾ എന്താ വാങ്ങുന്നത്? പേനയും പെൻസിലുമാണ് വാങ്ങുന്നത് വിചാരിക്കുക അല്ലെ. ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടെ ഞാൻ എത്ര രൂപയാണ് കൊടുത്തത്? 10 രൂപയാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ എൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ട് വന്നു, അവൻ ഒരു പേനയും 2 പെൻസിലും വാങ്ങിയിട്ടുണ്ട്. 2 പെൻസിലും കൂടെ വാങ്ങിയപ്പോൾ അവന് ചെലവായത് 13 രൂപയാണ്. ഒരു പേനയും 2 പെൻസിലും കൂടെ വാങ്ങിയപ്പോൾ അവന് ചെലവായത് എത്രയാണ്? 13 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനന്റെയും ഒരു പെൻസിലിന്റെയും വില എത്രയായിരിക്കും? ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഗസ് ചെയ്ത് നോക്കി, ആലോചിച്ച് നോക്കി. എത്രയാ കിട്ടിയത്? കറക്റ്റ് ആണല്ലേ. ഒരു പേനയ്ക്ക് എത്ര രൂപ? 7 രൂപ. പെൻസിലിനോ 3 രൂപ. 7ഉം 3ഉം കൂട്ടിയാൽ എത്രയാ? 10 രൂപ അല്ലെ. ഇവിടെ ഒരു പേന വാങ്ങി, പേനയ്ക്ക് 7 രൂപ, 2 പെൻസിലിന് 6 രൂപ. 7ഉം 6ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? കറക്റ്റ് ആണല്ലോ, അതെ, 13 രൂപ. അപ്പൊ ഒരു പേനന്റെ വില എത്രയാ? 7 രൂപ. പെൻസിലിന്റെ വിലയോ 3 രൂപ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ പാഠഭാഗത്തിലെ ഓരോരോ സെക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനക്കണക്ക് വെച്ചിട്ടുണ്ട് ഒരു കണക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. നേരത്തെ നമ്മൾ ചെയ്തതല്ലേ മിഠായിന്റെ അതേപോലെ പേനന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, മനക്കണക്കായിട്ട് നമ്മൾ നോക്കി. അതേപോലെ ഒരു കണക്കാണിത്. ഒരു ചെപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു ബോക്സിൽ 100 മുത്തുകളുണ്ട്. ഒരു ബോക്സിൽ 100 മുത്തുകളുണ്ട്. അതിന്റെ കളർ എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പുമായിട്ടാണ് അല്ലെ. കറുത്ത മുത്തുകളുണ്ട്, കുറെ വെളുത്ത മുത്തുകളുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വെളുപ്പിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് ആര് എന്ന് പറഞ്ഞിട്ടുണ്ട്? കറുത്ത മുത്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെളുത്ത മുത്തിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് ആര്? കറുത്ത മുത്തുകൾ. അങ്ങനെയാണെങ്കിൽ ആ ബോക്സിൽ, ആ 100 മുത്തുകളുള്ള ആ ബോക്സിൽ ആകെ എത്ര വെളുത്ത മുത്തുകളുണ്ട്, അതേപോലെ ആകെ എത്ര കറുത്ത മുത്തുകളുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണോ? എന്താ പറഞ്ഞിട്ടില്ല, ഒരു ബോക്സിൽ ആകെ എത്ര ബോളുകൾ ഉണ്ട് എന്നാ പറഞ്ഞേ? ഒരു ബോക്സിൽ ആകെ 100 ബോളുകളാണുള്ളത്, 100 മുത്തുകളാണുള്ളത്. ഓക്കെ, ഒരു ബോക്സിൽ 100 മുത്തുകളാണുള്ളത്. ആ 100 മുത്തുകളിൽ വെളുപ്പിനെക്കാട്ടി എത്ര എണ്ണം കൂടുതലാണ് കറുപ്പുകൾ? 10 എണ്ണം കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര വെളുത്ത മുത്തുകളുണ്ട്, ആകെ എത്ര കറുത്ത മുത്തുകളുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാം? നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത് നോക്കാം, വെളുത്ത മുത്തുകളുടെയും കറുത്ത മുത്തുകളുടെയും എണ്ണം തുല്യമാണെന്ന് വിചാരിക്കുക അല്ലെ. അങ്ങനെ എണ്ണം തുല്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 10 എണ്ണം കൂടുതലുള്ള, ആ കറുത്ത മുത്തുകൾ 10 എണ്ണം കൂടുതലുള്ള ആ 10 എണ്ണം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് മാറ്റി വെച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 90 എണ്ണം ഉണ്ടാവും അല്ലേ. ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 90 എണ്ണം. ആ 90 എണ്ണം 2 പേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ എത്ര എണ്ണം ഇതുണ്ടാവും? കറുത്ത മുത്തുകൾ 45 എണ്ണം ഉണ്ടാവും. അതേപോലെ വെളുത്ത മുത്തുകൾ എത്ര എണ്ണം ഉണ്ടാവും? 45 എണ്ണം വീതം ഉണ്ടാവും അല്ലേ. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ആ 10 എണ്ണം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടും? വെളുത്ത മുത്തുകളുടെ എണ്ണമായിട്ട് നമുക്ക് എത്ര എണ്ണം കിട്ടും? 45 വെളുത്ത മുത്തുകളും കിട്ടും, 55 എന്തും കിട്ടും? കറുത്ത മുത്തുകളും കിട്ടും അല്ലേ. 45ഉം 55 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 100 കിട്ടുന്നുണ്ട്. അതോടൊപ്പം അല്ലെ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45-നെക്കാട്ടി 10 എണ്ണം കൂടുതലാണ് ആര്?
കറുത്ത മുത്തുകളുടെ എണ്ണം. അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഒരു കണക്ക് നമുക്ക് ചെയ്തു നോക്കാം. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപയാണ്. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ എത്ര രൂപയാണ്? 11,000 രൂപയാണ്. ഒരു മേശയ്ക്കും അതേപോലെ 4 കസേരയ്ക്കും കൂടെ 14,000 രൂപയാണെന്ന് വിചാരിക്കാം. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ 14,000 രൂപയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മേശയുടെ വില എത്ര, അതോടൊപ്പം ഒരു കസേരയുടെ വില എത്ര? ഇതാണ് ചോദ്യം. എന്താണ്? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ 11,000 രൂപയും ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ 14,000 രൂപയും ആണെങ്കിൽ ഒരു മേശയുടെ വില എത്ര, ഒരു കസേരയുടെ വില എത്ര? ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും ഒരു മേശന്റെയും ഒരു കസേരന്റെയും വില എത്രയാണ്. അത് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, സമവാക്യമായിട്ട് പേസ് ഓഫ് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇക്വേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മേശയുടെ വില നമ്മൾ എന്തായിട്ട് എടുക്കുക? നമുക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്താണ് എടുത്തിരുന്നത്? പൊതുവെ എക്സും വൈ ആയിട്ട്, അല്ലെ? എക്സും വൈ ആയിട്ട് ചരങ്ങളായിട്ട്. ഓക്കെ, ഒരു മേശയുടെ വില നമ്മൾ എന്തെടുത്തു? എക്സ് എന്ന് എടുത്തു. ഒരു കസേരയുടെ വില നമ്മൾ എന്തെടുത്തു? വൈ എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, ഫസ്റ്റ് നമ്മൾ ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ എത്ര രൂപ എന്നാ പറഞ്ഞേ? 11,000 രൂപ എന്നാണല്ലേ പറഞ്ഞേ. അതായത് ഒരു മേശ എന്ന് പറയുമ്പോൾ ഒരു എക്സ്, ഒരു കസേര എന്ന് പറയുമ്പോൾ ഒരു വൈ. ഇതിന് എത്ര രൂപയാണ്? 11,000 രൂപ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടെ 14,000 രൂപ, അല്ലെ? ഒരു മേശയുടെ വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്. 4 കസേരയുടെ വില എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വൈ. അതിന് എത്ര രൂപ എന്നാ പറഞ്ഞേ? 14,000 രൂപ. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? ഒരു എക്സ് പ്ലസ് ഒരു വൈ സമം എത്രയാ? 11,000 രൂപ എന്നും കിട്ടി. അതോടൊപ്പം എന്തും കിട്ടി നമുക്ക്? അതെ, ഒരു എക്സ് പ്ലസ് 4 വൈ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 14,000 രൂപ എന്നും കിട്ടിയില്ലേ? ഇല്ലേ? 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്ക്, ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഇക്വേഷൻ ഇത്. 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നറിയോ? അതെ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? ഒന്ന് കുറച്ച് നോക്കാണ്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുകയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഒരു എക്സ് പ്ലസ് 4 വൈ നിന്ന് ഞാൻ എന്ത് കുറയ്ക്കും? ഒരു എക്സ് പ്ലസ് 4 വൈ സമം 14,000 നിന്ന് ഒരു എക്സ് പ്ലസ് ഒരു വൈ സമം എത്രയെന്നുള്ള 11,000 എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കാണ്. ഓക്കെ, കുറച്ച് നോക്കാണ്. ഒരു എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ എത്രയാ? 0x, അല്ലെ? ഒരു എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ 0. ആർക്കറിയാത്ത? സിമ്പിൾ. 4 വൈയിൽ നിന്ന് ഒരു വൈ കുറച്ചാൽ എത്രയെന്ന് കിട്ടും? നമുക്ക് 3 വൈ എന്ന് കിട്ടൂലേ? 14,000 നിന്ന് 11,000 കുറച്ചാൽ നമുക്ക് എത്രയെന്നും കിട്ടും? 3,000 എന്ന് കിട്ടും, അല്ലെ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0x പ്ലസ് 3 വൈ സമയം എത്രയെന്ന് കിട്ടി? 3,000 എന്ന് കിട്ടി, അല്ലെ? 3 വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കസേരയുടെ വില എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടിയപ്പോ? 3,000 എന്ന് കിട്ടി. അതായത് 3 വൈ സമയം എത്രയെന്ന് കിട്ടി? നമുക്ക് ഇവിടെ 3,000. അപ്പൊ നമ്മൾ നോക്കൂ, വൈ കാണാൻ വേണ്ടിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? വൈ സമം ഈ ഗുണിക്കണം, ഇവിടെ 3 ഗുണിക്കണം വൈ എന്നാണല്ലേ? 3 ഗുണിക്കണം വൈ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? നമുക്ക് ഇവിടെ 3,000 എന്ന് കിട്ടി. ഈ ഗുണിക്കണം 3 എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാണ്? സമത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോണ്. ഗുണിക്കണം 3 സമത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുമ്പോ എന്താവും? ഇവിടെ അതന്നെ ഹരണാവും, അല്ലെ? അപ്പൊ 3,000 ഹരിക്കണം 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? വൈ സമയം എത്ര കിട്ടും? 3,000 ഹരിക്കണം 3 എന്ന് പറഞ്ഞാല് 1000 എന്ന് കിട്ടും. കറക്റ്റ് ആണ്, 1000. യെസ്, 1000 എന്ന് കിട്ടി. അപ്പോ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതെ, കസേരയുടെ വില എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? നമുക്ക് കസേരയുടെ വില എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? നമുക്ക് ഇവിടെ 1000 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, കസേരന്റെ വില മാത്രം മതി നമുക്ക്? പോരാ, അല്ലേ? പോരാ. എന്തിന്റെ വില കൂടെ നമുക്ക് വേണം? മേശയുടെ വില എത്രയെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. മേശയുടെ വില കാണാൻ വേണ്ടിട്ട് ഇനി സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ഒരു കസേരയുടെയും ഒരു മേശയുടെയും വില എന്ന് പറയുന്നത് എത്രയാ? 11,000 രൂപ എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാം? കസേരന്റെ വില കൊടുത്തു നോക്കാം. ഓക്കെ, വൈ എന്നുള്ളടത്ത് എത്രയെന്ന് കൊടുത്തു നോക്കാണ്? ഞാൻ 1000 എന്ന് കൊടുത്തു നോക്കാണ്. അപ്പൊ എന്ത് വരും? ഒരു എക്സ് പ്ലസ് വൈ, ഒരു വൈ എന്നുള്ളടത്ത്, ഒരു വൈ എന്ന് പറയുന്നിടത്ത് എത്രയെന്ന് കൊടുത്തു? നമ്മള് 1000 എന്ന് കൊടുത്തു, അല്ലെ? 11,000. ഇവിടുന്ന് എക്സ് മാത്രം സമത്തിന് ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഈ പ്ലസ് 1000 സമത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോയി നോക്കാം. അപ്പൊ നോക്കൂ, ഒരു എക്സ് സമം എന്ത് വരും? 11,000 മൈനസ് 1000. 11,000 നിന്ന് 1000 കുറച്ച് എത്രയാ പറയും? അതന്നെ, 11,000 നിന്ന് 1000 കുറച്ചാൽ നമുക്ക് എത്രയും കിട്ടും?
10,000 എന്ന് കിട്ടും. അപ്പോ ഒരു കസേരയുടെ വില എന്ന് പറയുന്നത് എത്രയാ? ഒരു കസേരയുടെ അല്ല, ഒരു മേശയുടെ വില എന്ന് പറയുന്നത് എത്രയാ? മേശയുടെ വില എന്ന് പറയുന്നത് എത്രയാ? അത് തന്നെ കറക്റ്റ് തന്നെ 10,000 രൂപ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രിയ 1,100 രൂപ കൊടുത്തിട്ട് ബാഗും ചെരുപ്പും വാങ്ങി. പ്രിയ 1,100 രൂപ കൊടുത്തിട്ട് എന്തൊക്കെ വാങ്ങി? ബാഗും വാങ്ങി, ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനെക്കാട്ടി 300 രൂപ കൂടുതലാണ്. ബാഗിന് ചെരുപ്പിനെക്കാട്ടി എത്ര രൂപ കൂടുതലാണ്? 300 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബാഗിന്റെ വില എത്ര, ചെരുപ്പിന്റെ വില എത്ര? ഇതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രിയ എത്ര രൂപ? 1,100 രൂപ കൊടുത്തിട്ട് എന്തൊക്കെയാ വാങ്ങി? ബാഗും വാങ്ങി, ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനെക്കാട്ടി എത്ര രൂപ കൂടുതലാണെന്നാ പറഞ്ഞേ? 300 രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബാഗിന്റെ വില എത്ര, ചെരുപ്പിന്റെ വില എത്ര? ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ തന്നെ അല്ലേ? ബാഗിന്റെ വില നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. ചെരുപ്പിന്റെ വില നമ്മൾ എന്തായിട്ട് എടുക്കും? വൈ ആയിട്ട് എടുക്കും. ഓക്കെടാ, കറക്റ്റ് ആണ്. അതേപോലെ തന്നെ പറഞ്ഞോളൂ. നമ്മളൊരു ബാഗിന്റെ വില എന്ന് പറയുന്നത്, ബാഗിന്റെ വില എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ഞാൻ എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അതന്നെ. ഇനി എന്താണ് ചെരുപ്പിന്റെ വില? ചെരുപ്പിന്റെ വില എത്ര എന്തായിട്ട് എടുക്കും? നമ്മള് വൈ ആയിട്ട് എടുക്കും. കറക്റ്റ് ആണ് അല്ലെ? നമ്മൾ എത്ര? ഒരു ബാഗും വാങ്ങി, ഒരു ചെരുപ്പും വാങ്ങി. അതെ, ഒരു ബാഗും വാങ്ങി, ഒരു എക്സ് പ്ലസ് ഒരു വൈ, ഒരു ചെരുപ്പും വാങ്ങി. എത്ര രൂപയായി നമുക്ക് ചെലവ് എന്ന് പറയുന്നത്? എത്ര രൂപ? കറക്റ്റ് ആണ്. എത്ര രൂപ? 1,100 രൂപ അല്ലെ? ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടില്ലേ? അടുത്തത് എന്താണ്? ബാഗിന് ചെരുപ്പിനെക്കാട്ടി എത്ര രൂപ കൂടുതലാണെന്നാ പറഞ്ഞിട്ടില്ലേ? 300 രൂപ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ അല്ലെ? അപ്പൊ ബാഗിന്റെ വിലയിൽ നിന്ന് ചെരുപ്പിന്റെ വില കുറച്ചാൽ നമുക്ക് എത്ര രൂപ കിട്ടും? അതിനടാ 300 രൂപ അല്ലെ? ബാഗിന് ചെരുപ്പിനെക്കാട്ടി എത്ര രൂപ കൂടുതലാ? 300 രൂപ കൂടുതലാണ്. അപ്പൊ ബാഗിന്റെ വിലയിൽ നിന്ന് ചെരുപ്പിന്റെ വില കുറച്ച് നമുക്ക് എത്ര കിട്ടും? എത്ര രൂപ ആവും കിട്ടുക? 300 രൂപ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്തായി? 2 ഇക്വേഷൻസ് ആയി. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാ, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാ. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം നമുക്ക്. ഒരു എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ എത്രയാ? ഒരു എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ എത്രയാ? 0x. 0x കറക്റ്റ് ആണല്ലോ. അതന്നെ കറക്റ്റ് ആണ്. ഇനെന്താ? ഒരു വൈയിൽ നിന്ന് ഒരു വൈ മൈനസ് ചെയ്യണം അല്ലെ? ഒരു വൈയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? മൈനസ് ഒരു വൈ ചെയ്യണം അല്ലെ? ക്ലിയർ ആണോ? മൈനസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്താ? അവിടെ മൈനസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്താവും? പ്ലസ് ആവും അല്ലെ? അപ്പൊ ഒരു വൈ പ്ലസ് ഒരു വൈ സമയത്ത് കിട്ടും നമുക്ക് 2y അല്ലെ? ക്ലിയർ ആണോ? ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മൈനസ് ആണ് അല്ലെ? ഒരു വൈയിൽ നിന്ന് എന്ത് കുറയ്ക്കുകയാണ്? ഒരു വൈയിൽ നിന്ന് ഒരു വൈ മൈനസ് ഒരു വൈ കുറയ്ക്കുകയാണ്. ഒരു വൈയിൽ നിന്ന് മൈനസ് ഒരു വൈ കുറയ്ക്കുകയാണ്. അപ്പൊ ഇതെന്താണ്? മൈനസ് മൈനസ് ഒരുമിച്ച് വരുമ്പോ എന്താ? അവിടെ എന്താവും? കറക്റ്റ് ആണ്, പറയും. പ്ലസ് ആവും. ഓക്കെ, മൈനസും മൈനസും ഒരുമിച്ച് വന്നപ്പോ എന്തായി? പ്ലസ് ആയി. അപ്പൊ ഇവിടെ എന്ത് വന്നു? പ്ലസ് 2y സമം നമുക്ക് എന്തെന്ന് കിട്ടി? 1,100 നിന്ന് 300 കുറച്ചാൽ, 1,100 നിന്ന് 300 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 800 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അതായത് 2y സമം നമുക്ക് എത്രയെന്ന് കിട്ടി? ഇവിടെ 800 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യാം? അത് തന്നെയാണ്, കറക്റ്റ് ആണ്. ഈ രണ്ടിന് എന്ത് ചെയ്താൽ മതി? സമത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുത്താൽ മതി അല്ലെ? കൊണ്ടുമ്പോ എന്ത് വരും? ഗുണിക്കണം 2 എന്നുള്ള സമത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ എന്താവും? ഹരിക്കണം എന്നാവും. 800 ഹരിക്കണം 2 എത്രയും? y സമം നമുക്ക് എത്രയെന്ന് കിട്ടും? 400. അതായത് ചെരുപ്പിന്റെ വില എത്രയാ? ചെരുപ്പിന്റെ വില എത്രയാടാ? 400 രൂപ. ചെരുപ്പിന്റെ വില 400. അങ്ങനെയാണെങ്കിൽ ബാഗിന്റെ വില എത്ര ഉണ്ടാവും? ബാഗിന്റെ വില എത്ര ഉണ്ടാവുക? 1,100 നിന്ന് നമ്മൾ 400 മൈനസ് ചെയ്താൽ പോരെ അല്ലേ? ചെരുപ്പിനും ബാഗിനും കൂടെ എത്ര രൂപ എന്നാ പറഞ്ഞേ? 1,100 രൂപ എന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ചെരുപ്പിന്റെ വില കാണാൻ വേണ്ടിട്ട്, ബാഗിന്റെ വില കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? 1,100 നിന്ന് 400 മൈനസ് ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? പറഞ്ഞോളൂ. കറക്റ്റ് ആണ്, 700 രൂപ എന്ന് കിട്ടും. അപ്പൊ ചെരുപ്പിന്റെ വില എത്രയാ? 400 രൂപ. ബാഗിന്റെ വില എത്രയാ? 700 രൂപ. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിയ 1,100 രൂപ കൊടുത്തിട്ട് ബാഗും വാങ്ങി, ചെരുപ്പും വാങ്ങി.
ബാഗിന് ചെരുപ്പിനെക്കാട്ടി എത്ര രൂപ കൂടുതലാണെന്നാ പറഞ്ഞിട്ടില്ലേ? 300 രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാഗിന്റെ വില എത്ര, ചെരുപ്പിന്റെ വില എത്ര എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ബാഗിന്റെ വില ഞാൻ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ചെരുപ്പിന്റെ വില ഞാൻ എന്തായിട്ട് എടുത്തു? വൈ ആയിട്ട് എടുത്തു. അതായത് ഒരു ബാഗിനും ഒരു ചെരുപ്പിനും കൂടെ എത്ര രൂപ എന്ന് പറഞ്ഞേ? 1100 രൂപ. ഇനി എന്താണ്? ബാഗിന് ചെരുപ്പിനെക്കാട്ടി 300 രൂപ കൂടുതലാണ് അല്ലെ. ബാഗിന് ചെരുപ്പിനെക്കാട്ടി എത്ര രൂപ കൂടുതലാണ്? 300 രൂപ. അതായത് ഒരു എക്സിൽ നിന്ന് ഒരു വൈ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 300 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യാം അല്ലെ. ഒരു എക്സിൽ നിന്ന് ഒരു എക്സ് കുറച്ച് എന്ത് വന്നു? 0x എന്ന് വന്നു. ഒരു വൈയിൽ നിന്ന് മൈനസ് ഒരു വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസും മൈനസും എന്താകും? പ്ലസ് ആവും. അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഒരു വൈയിൽ നിന്ന് ഒരു വൈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? പ്ലസ് 2y എന്ന് കിട്ടും. 1100 നിന്ന് 300 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 800 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ 2y സമം നമുക്ക് എത്രയെന്ന് കിട്ടും? 800 എന്ന് കിട്ടും. y സമം ഈ പ്ലസ് ഈ ഇൻറ്റു 2നെ നമ്മൾ സമത്തിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. 800/2 എന്ന് പറയുന്ന y സമം നമുക്ക് എത്രയെന്ന് കിട്ടും? 400 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ചെരുപ്പിന്റെ വില എത്രയാവും? 400. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാഗിനും ചെരുപ്പിനും കൂടി എത്ര രൂപ എന്ന ചെലവായി എന്ന് പറഞ്ഞേ? 1100 രൂപ എന്നാണ്. അപ്പൊ ബാഗിന്റെ വില കാണാൻ വേണ്ടിയിട്ട് 1100 നിന്ന് ചെരുപ്പിന്റെ വില മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 700 രൂപ എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം.